ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ട്രേഡിംഗിന്റെ സ്റ്റോക്ക് സെലക്ഷന്റെ നാലാമത്തെ മെത്തേഡ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ വോളിയം സ്പൈക്ക് വന്നിട്ടുള്ള സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ ആദ്യം stockedge.com പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെൻഡിങ് സ്റ്റോക്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ടോപ്പിൽ വോളിയം ഷോക്കേഴ്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വോളിയം ഷോക്കേഴ്സിൽ വന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈംസ് നിന്ന് കൊടുത്തിട്ടുണ്ടാവും. അതായത് ആവറേജ് വോളത്തിനെ കാട്ടി എത്ര ടൈംസ് ആണ് ഇന്ന് വോളിയം കയറിയിരിക്കുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റോക്സ് വന്നിരിക്കുന്നത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ്. അത് ആവറേജ് വോളത്തിനെ കാട്ടി 33.9 ടൈംസ് ആണ് കഴിഞ്ഞ ദിവസം വോളിയം കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു മൂവ്മെന്റിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്സിന്റെ ചാർട്ട് ആദ്യം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിലാണ് മാർക്കറ്റിൽ ഈ സ്റ്റോക്സ് കയറി നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റീസെൻറ്റ് വന്നിരിക്കുന്ന സപ്പോർട്ട് നോക്കണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ലെവൽസിൽ നിന്നാണ് ഇവിടെ ഒരു ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈ ആണ് ഇവിടെ ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെയും റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം നമുക്ക് ഈ ഒരു സ്റ്റോക്സിൽ വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വീണ്ടും എടുത്തിട്ട് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാണെങ്കിൽ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ചാൻസാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിന് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ലെവൽസ് ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഈ ലെവൽസ് വേണമെങ്കിൽ അലർട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ആ ലെവൽസ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മാത്രം നോക്കിയാൽ മതിയാവും ഈ ഒരു സ്റ്റോക്ക്. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് പോളി മെഡിക്യൂർ ലിമിറ്റഡ് ആണ്. അത് 23.9 ടൈംസ് ആണ് ആവറേജ് വോളത്തിനെ കാട്ടി കയറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. അത് നമുക്ക് ഈ ഒരു സ്റ്റോക്സും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്സ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹൈയും കൂടി നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോക്സിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 2040 2031. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ വീണ്ടും അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 2031 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റോക്സ് നോക്കാം. അപ്പോൾ ടോപ്പ് 3 സ്റ്റോക്സിൽ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ മതിയാവും അടുത്ത ദിവസത്തേക്ക് വേണ്ടി. അടുത്തത് റെയ്മണ്ട് ആണ്. അപ്പോൾ റെയ്മണ്ട് 17.9x ടൈംസ് ആണ് ആവറേജ് വോളത്തിനെ കാട്ടി കഴിഞ്ഞ ദിവസം കയറിയിരിക്കുന്നത്. നമുക്ക് റെയ്മണ്ടിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് റെയ്മണ്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഈ രണ്ട് സപ്പോർട്ട് എടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യാം. ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അടുത്ത് വേറെ സപ്പോർട്ട് വല്ലതും ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കേട്ടോ, ഒരു സപ്പോർട്ടുണ്ട്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ റെയ്മണ്ടിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2508ഉം 2494. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നോക്കാം. ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസസ് ആണ് ഈ റെയ്മണ്ടിലുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റോക്സുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് മാർക്ക് ചെയ്ത് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ മെത്തേഡ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ടോപ്പ് 3 സ്റ്റോക്സിൽ മാത്രം സെലക്ട് ചെയ്താൽ മതിയാവും. ഒരുപാട് സ്റ്റോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ടോപ്പ് 3 സ്റ്റോക്സിൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോക്കെഡ്ജിൽ പോവാം. അതിൽ ട്രെൻഡിങ് സ്റ്റോക്സ് എടുക്കാം. അതിൽ വോളിയം ഷോക്കേഴ്സ് സെലക്ട് ചെയ്യാം. അതിൽ ടോപ്പ് 3 വന്നിരിക്കുന്ന സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ലെവൽ കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ സപ്പോർട്ട് ലെവൽ കണ്ടുപിടിച്ചിട്ട് ആ ലെവൽസിനെ മാർക്ക് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ അടുത്ത ദിവസം ആ ലെവൽസിൻ്റെ ബ്രേക്ക്ഔട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 3 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. കണ്ടോ, നമ്മുടെ ലെവൽസിന് മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമുക്ക് ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാലത്ത്. പക്ഷേ ക്ലോസിംഗ് ടൈമിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ലെവൽസിൽ ടച്ച് ചെയ്തു. അതിനുശേഷം ആ ലെവൽസ് ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, താഴേക്ക് വന്നു.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസവും നമുക്ക് ഈ ഒരു ലെവൽസ് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അതല്ല അടുത്ത ദിവസം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അത് വീണ്ടും അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റോക്സ് പോളി മെഡിക്യൂർ ലിമിറ്റഡ് ആയിരുന്നു. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ലെവൽസിൻ്റെ മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒരു 9:50 ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. എക്സാക്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്തു കണ്ടോ, മാർക്കറ്റ് തിരിച്ച് കയറി കണ്ടോ, എക്സാക്റ്റ് ആ സപ്പോർട്ടിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറണമെങ്കിൽ ബൈ എടുക്കാമെന്ന് കണ്ടോ. ആ ലെവലിൽ ടച്ച് ചെയ്തു ബൈ കണ്ടോ. ഇവിടെ വീണ്ടും ആ ലെവലിൽ ടച്ച് ചെയ്തു തിരിച്ചിവിടെ ബൈ ചാൻസ് വന്നിട്ടുണ്ടോ. ഇപ്പം അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസവും ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാർച്ചിരിക്കുന്ന സപ്പോർട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇവിടെ നല്ലൊരു ബൈ വന്നു. അതിനുശേഷം ഇവിടെയും ആ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാണ് ചെയ്തത്. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്സ് വന്നത് റെയ്മണ്ട് ആയിരുന്നു. അപ്പോൾ റെയ്മണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ മാർക്കറ്റ് അപ്പ് സൈഡ് പോയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വോളിയം ഷോക്കറിൽ വരുന്ന ടോപ്പ് 3 സ്റ്റോക്സ് സെലക്ട് ചെയ്യാം. അവിടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇതേപോലെ തന്നെ സപ്പോർട്ട് മാർക്ക് ചെയ്യാം. അവിടെ എപ്പോഴാണോ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നത് അത് നോക്കി നമുക്ക് ബൈ എടുക്കാം. ഇനിയിപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റോക്ക് അടിച്ച് പോയിട്ട് ഈ വോളിയം ഷോക്കറിലുള്ള ടോപ്പ് 3 വരുന്ന സ്റ്റോക്സിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ സ്റ്റോക്കുകളിൽ ഇതേപോലെ ചാർട്ട് ഓപ്പൺ ചെയ്ത് അതിൽ സപ്പോർട്ട് മാർക്ക് ചെയ്യാം. എപ്പോഴാണ് സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് പറയുന്നത് നമുക്ക് ബൈ എടുക്കാം. അതുപോലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അത് താഴേക്ക് വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക കുറച്ച് ദിവസം. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ റിയൽ ട്രേഡ് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ്റ്റ് വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.